ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുഖമില്ലാത്ത മോളാണോ തുടയ്ക്കാൻ പോകുന്നേ? കാലിലെ മുറിവൊക്കെ ഉണങ്ങുന്നത് വരെ ഒരു പണിയും മോള് ചെയ്യണ്ട. വീട്ടുപണികളൊക്കെ വിദ്യ ചെയ്യട്ടെ. ഹരിതയ്ക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരു ചോയ്സ് നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യം മറന്നാവരുത് നിന്റെ സംസാരം. ഈ സ്ത്രീയെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. യജമാനത്തേക്ക് നഷ്ടം വരുത്തിക്കൊണ്ടുള്ള കറക്കമൊന്നുമേ ഇവിടെ വേണ്ട. മാധവേട്ടനോടൊപ്പം ഹരിത എന്നെ കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതിന്റെ പേരിൽ അവൾ എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനോടൊപ്പം ഒരു യാത്ര പോകാൻ പോലും സ്വാതന്ത്ര്യമില്ല. അതിന് അവൾ ഒപ്പിട്ട സമ്മതപത്രം മുൻകൂറായിട്ട് വാങ്ങണമെന്നോ? ഇതെന്ത് വിധിയാ ഭഗവാന്? അവളുടെ കുഞ്ഞിനെ വന്ദന വിഷം കൊടുത്ത് ഒന്നതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് ഹരിത ഇനി മാറാൻ പോകുന്നില്ല. അവരവര് കഴിച്ച എച്ചിൽ പാത്രം അവരവര് തന്നെ കഴുകണമെന്ന് ആവശ്യപ്പെട്ട സുചിത്രയും അവളുടെ കണ്ണിലെ കരട. മാധവേട്ടന് വേണ്ട, സങ്കടങ്ങളുടെ കെട്ടഴിച്ച് മാധവേട്ടനെ കൂടെ തീ തീറ്റിക്കണ്ട. തൽക്കാലം ഒന്നും അറിയിക്കണ്ട. സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. സ്വിച്ച് ഓഫ് ആണോന്നോ? ഇനി ഹരിതയാണോ ഫോൺ എടുത്തത്? ഞാൻ ചന്ദ്രുവിന് മറ്റൊരു ഫോൺ വാങ്ങിക്കൊടുത്ത കാര്യം ഹരിത അറിഞ്ഞിരിക്കുവോ? ആ ഫോണും ഹരിത പിടിച്ചു വെച്ചിരിക്കുകയാണോ? എന്ത് പണിയാ മോളെ നീ കാണിച്ചത്? കാലിന് സുഖം ഇല്ലാത്തതല്ലേ? നിനക്ക് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നു? ഞാൻ വന്ന് നിന്നെ എടുത്തിറക്കില്ലായിരുന്നോ? അപ്പച്ചിയുടെ പ്രായത്തെ മാനിച്ച് ഒന്നിനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അങ്ങനെ പ്രായം നോക്കുവാണെങ്കിൽ ചെറുപ്പക്കാരിയായ ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലായിരുന്നോ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. സാരല്ല,
ഇനി സഹായം ആവശ്യമായിട്ട് വരുമ്പോ ഞാൻ വിളിച്ചോളാം. കാലിനിപ്പോ വേദനയുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്റെ മോളെ, ഭർത്താവിന്റെ മൃത്യുദോഷം തീർക്കാൻ നീ അനുഭവിച്ച ത്യാഗങ്ങൾ ഇന്നത്തെ കാലത്ത് നിന്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരും ചെയ്യില്ല. നല്ല ആഴമുള്ളതാ ക്ഷേത്രക്കിണർ. അതിൽ നിന്ന് ഒരു കുടം വെള്ളം കോരിയെടുത്താ പോലും ചുമച്ചു കുറച്ച് നാശകോടാലിയായി പോവും. അങ്ങനെയുള്ള കിണറ്റിന്ന് എത്ര തൊട്ടി വെള്ളവാ നീ ശിവധാരയ്ക്ക് വേണ്ടി കോരിയെടുത്തത്? ശിവധാരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മുട്ടുകാൽ പ്രദക്ഷിണം ഇന്നത്തെ കാലത്ത് ഏത് പെണ്ണ് ചെയ്യും? എന്റെ ഭർത്താവിന് വേണ്ടി മുട്ടുകാൽ പ്രദക്ഷിണം ചെയ്യേണ്ടി വന്നാ ഞാനത് ചെയ്യില്ല. ഭർത്താവുമായുള്ള ബന്ധം ഒഴിയേണ്ടി വന്നാലും ചെയ്യില്ല. ഭർത്താവിന് വേണ്ടി ശരീരം ഹോമിക്കുന്ന വന്ദനെ പോലൊരു പതിവ്രതയെ സമ്മതിച്ചേ പറ്റൂ. ഓ, അയ്യോ. വന്ദനമോളെ പറ്റി നീ അത് പറഞ്ഞപ്പോ ശരീരം മുഴുവൻ കുളിരു പോരുന്ന കണ്ടോടി. മോളെ, എന്റെ കൊച്ചുമോൻ ജഗന് വേണ്ടി നീ എന്തുമാത്രം വേദന തിന്നു, എന്തുമാത്രം ചോര പൊടിച്ചു. നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല മോളെ. മതി, സന്തോഷായി അപ്പച്ചി. അപ്പച്ചിയുടെയും വിദ്യാർത്ഥിയുടെയും പിൻബലവും പ്രാർത്ഥനയും എന്നും എന്നോടൊപ്പം ഉണ്ടായ മാത്രം മതി. അതുണ്ടാവും മോളെ. ഉം. നോക്ക്, ജഗന്റെ മൃത്യുദോഷം ഇതുവരെ മാറിയിട്ടില്ല. അവന്റെ ആയുസ് ഇപ്പോഴും നിന്റെ കയ്യിലാ മോളെ. ഓ, 41 ദിവസം ജഗനോട് മിണ്ടാനോ പറയാനോ അവനെ സ്പർശിക്കാനോ പാടില്ല. ഈ കുടുംബത്തെ ഞാൻ പ്രസവിച്ചിട്ടോ അല്ലാതെയോ ഒരു സന്തതിയില്ല. പെട്ടെന്നൊരു സന്തതി വേണോന്നൊക്കെ ജഗന് തോന്നിക്കൂടെ? പൊന്നനിയത്തി, 41 ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊന്നും വേണ്ട കേട്ടോ. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് വിദ്യാർത്ഥി. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഇവിടെ കുറെ നാളായില്ലേ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. ഇവിടേക്ക് ആകെ അഴുക്കും പൊടിയും പിടിച്ചു. ഞാനൊന്ന് തുടക്കട്ടെ. അയ്യോ, വേണ്ട വേണ്ട. അയ്യോ, സുഖമില്ലാത്ത മോളാണോ തുടയ്ക്കാൻ പോകുന്നേ? കാലിലെ മുറിവൊക്കെ ഉണങ്ങുന്നത് വരെ ഒരു പണിയും മോള് ചെയ്യണ്ട. വീട്ടുപണികളൊക്കെ വിദ്യ ചെയ്യട്ടെ. മാനത്തെ കൊട്ടാ